അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീമഹാഗണപതയേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീമഹാസരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ പുംക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം കൃഷിഷ്ഠ ഭഗവാൻ വചാംസി മേ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അർജുന വിഷാദ യോഗം 1-ാം അധ്യായത്തിലെ 32 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒന്നുകൂടി റീവൈൻഡ് ചെയ്യാൻ പുറപ്പെട്ടാൽ, യുദ്ധത്തിന് തയ്യാറായി വന്ന അർജുനൻ പിതാമഹനായ ഭീഷ്മരെയും ഗുരുവായ ദ്രോണരെയും മറ്റു ബന്ധുക്കളെയും കണ്ട അർജുനന് രാഗം നിമിത്തം മനസ്സിൻ്റെ സന്തുലിത നഷ്ടപ്പെടും. അവസാനം എന്താണ് പറഞ്ഞു നിർത്തിയത്? എനിക്ക് രാജ്യം വേണ്ട, ഭോഗങ്ങളൊന്നും തന്നെ വേണ്ട, ബന്ധുജനങ്ങളെ ഒന്ന് കിട്ടുന്നതായിട്ടുള്ള രാജ്യവും അതുമാതിരി ജീവിതവും ഒക്കെ എനിക്ക് ഒന്നും തന്നെ വേണ്ട എന്നാണ്. നാം മലയാളികൾ ഏവരും പത്രം വായിക്കുന്നവരാണ്. അപ്പോൾ പത്രത്തിൽ എന്നും കാണാം, ഒരു ചരമക്കോളം കാണാം. നമ്മൾ ഏവരും ഒരു നോക്കെങ്കിലും നമ്മൾ അതിൽ ഒഴിച്ചു പോകാത്തവരല്ല. എന്നാൽ നമ്മളത് ഒഴിച്ചു പോകുന്നു. അതുമാതിരി തന്നെ എത്രയോ അനേകം ചീത്തയായിട്ടുള്ള വിഷയങ്ങളും എല്ലാം തന്നെ പ്രതിപാദിക്കപ്പെടുമ്പോഴും നാം അതിലൊന്നും തന്നെ വ്യാകുലപ്പെടാറില്ല. എന്നാൽ ആ പത്രത്തിൽ വന്ന വാർത്തയിൽ നമ്മുടെ ബന്ധുക്കളോ നമ്മളെ ഉറ്റവരോ സുഹൃത്തുക്കളോ മറ്റോ ആണ് എന്ന് വരികിൽ വിഷയം മാറി, സങ്കടം വരും.
ഇതിനുള്ള കാരണമാണ് രാഗം എന്നത്. അർജുനന് സ്വന്തം ആൾക്കാരാണ് ദ്രോണരും ഭീഷ്മരും എല്ലാവരും തന്നെ എന്നതായിട്ടുള്ള വികാരം മനസ്സിൽ ഉടലെടുത്തപ്പോഴാണ് ഈ അവസ്ഥയെ പ്രാപിക്കാൻ ഇടയായി. ഇതേമാതിരി തന്നെ ഒരനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പുതിയ കാറ് വാങ്ങും, ആ കാറുമായി ഉല്ലസിച്ച് നടക്കുന്നു. എന്നാൽ ഒരു ദിവസം ഈ കാറിന് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. വല്ലാതെ കാറ് കേടുവരത്തക്ക രീതിയിൽ ഉള്ളതായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെട്ട് കളയും. അയ്യോ, എൻ്റെ കാറ് ഇടിച്ചുവല്ലോ എന്നതായിട്ടുള്ള ദുഃഖം. പക്ഷേ ഇതേ കാറ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ആ കാറ് മറ്റുള്ള ഒരുത്തൻ്റെ കയ്യിലാണ്, അവകാശത്തിലാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ദുഃഖമുണ്ടോ? അത് അവൻ്റെ ചുമതല, അവൻ നോക്കിക്കോട്ടെ എന്നുള്ളതാണ്. അതായത് നമ്മൾ വസ്തുക്കളിലോ അല്ലെങ്കിൽ മനുഷ്യരിലോ വയ്ക്കുന്നതായിട്ടുള്ള രാഗം, അതായത് ബന്ധം, അതാണ് നമുക്ക് കാരണമായി, ദുഃഖത്തിന് കാരണമായി തീരുന്നത്. ഇവിടെ 28 മുതൽ 31 വരെ അർജുനൻ്റെ ശോകം വിശദീകരിക്കപ്പെടുന്ന ശ്ലോകങ്ങളാണ്. മനസ്സിൻ്റെ രണ്ടാമത്തെ അവസ്ഥ. ആദ്യം രാഗം ആണ് ഉണ്ടായത്. ഈ സ്നേഹം, പാശം, ബന്ധം എന്നെല്ലാം പറയുന്നത് തന്നെ നമ്മൾ ആത്മസ്വരൂപത്തെ പിന്തുടരുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും വിഘാതമായിട്ടാണ് പഠിക്കുക. അച്ഛനമ്മമാർക്ക് പുത്രനോട് അല്ലെങ്കിൽ പുത്രിയോട് ഉള്ളതായിട്ടുള്ള മമത, അത് പരിധി വിട്ടാൽ പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ ഇരുത്താൻ സാധിക്കും. അശുദ്ധമായ മനസ്സുകൊണ്ട് നമുക്ക് ധ്യാനം പ്രാപ്തമല്ല. മനസ്സ് നിർമ്മലമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവനവൻ ആര് എന്ന് കണ്ടെത്താൻ ആ പ്രയാണത്തിന് സാധ്യമാകുകയുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ 33-ാമത്തെ ശ്ലോകത്തിലേക്ക്, 33, 34 നമ്മൾ രണ്ടും ഒരുമിച്ചാണ് കാണുന്നത്. 33, 34 ശ്ലോകത്തിലേക്ക് കിടക്കാം. ഏഷാമർത്ഥേ കാക്ഷിതം നോ രാജ്യം ഭോഗാസുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതരഃ പുത്രാ തഥൈവ ച പിതാമഹാ മാതുലാശ്വശുരാ പൗത്രാഃ സ്യാലാ സംബന്ധിനസ്തഥാ.
പദച്ഛേദം. യേഷാം അർത്ഥേ ആർക്കു വേണ്ടി രാജ്യം ഭോഗ സുഖാനി ച രാജ്യഭോഗ സുഖങ്ങൾ ന കാംക്ഷിതം ഞങ്ങൾ ആഗ്രഹിച്ചുവോ തേ ആചാര്യ ആ ആചാര്യന്മാരും പിതരഃ പുത്രാഃ പിതാക്കന്മാരും പുത്രന്മാരും തഥാ ഏവ ച അപ്രകാരം തന്നെ പിതാമഹ മാതുലാഹ പിതാമഹന്മാരും മാതുലന്മാരും ശ്വശുര പൗത്ര സ്യാല ശ്വശുരന്മാരും പൗത്രന്മാരും സ്യാലന്മാരും തഥാ സംബന്ധിന അങ്ങനെ ബന്ധുക്കളും ഇമേ പ്രാണാൻ ഇതാ ജീവനും ധനാനി ച ത്യക്ത്വാ സ്വത്തും വെടിഞ്ഞ് യുദ്ധേ അവസ്ഥിത പടക്കളത്തിൽ വന്ന് നിൽക്കുന്നു. അടുത്തതായി അർജുനൻ കൊണ്ടുവരുന്ന വാദം, ആർക്കായി ഈ ധർമ്മം യുദ്ധം ചെയ്ത് രാജ്യത്തെ അടയേണ്ടതുണ്ടോ? അവർ മരിച്ച ശേഷം ആ രാജ്യം കൊണ്ട് എന്ത് ഫലം? നേരത്തെ പറഞ്ഞ മാതിരി ഒരു വാഹനം വാങ്ങുന്നു യാത്രയ്ക്കായിക്കൊണ്ട്. എന്നാൽ ആ വാഹനം വാങ്ങിയ ശേഷം കൈകാൽ പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ ആ വാഹനം വാങ്ങിയിട്ട് എന്ത് പ്രയോജനം? എന്തിനായിക്കൊണ്ട് ശ്രമിക്കുന്നോ അത് തന്നെ ഇല്ലാതായാലോ എന്നതാണ് ചോദ്യം. ഏതു ബന്ധുക്കളെ വെച്ച് ഈ രാജ്യം അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നോ അവരെയെല്ലാം നാശം ചെയ്തത് കൊണ്ട് എന്ത് ഫലം? ഇതിൽ ശരിക്കും ന്യായമുണ്ട്. എന്നാൽ അധർമ്മത്തെ ആശ്രയിച്ചവർ ഭീഷ്മർ, ദ്രോണർ. അവർ പിതാമഹനും ആചാര്യനും എല്ലാമായിരുന്നാലും കൂടി അവരും നാശത്തിന് ഉൾപ്പെട്ടവർ. കാരണം അവർ ധർമ്മത്തിനെതിരായല്ലേ പ്രവർത്തിച്ചത്. ഇത് മൂന്നാമത്തെ അർജുനന്റെ വാദമാണ് കേട്ടോ. യേഷാം അർത്ഥേ കാക്ഷിതം നഹ ആരുടെ പ്രയോജനത്തിനായി നഹ നമ്മളാൽ ആഗ്രഹിക്കപ്പെട്ടത്? രാജ്യം ഭോഗ സുഖാനിച്ച രാജ്യം, ഭോഗം, വസ്തുക്കൾ, സുഖം എന്നിവ തേ ഇമേ യുദ്ധേ അവസ്ഥിത ആ ഇവന്മാർ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ടിരിക്കുന്നു. പ്രാണാം ത്യക്ത്വാ ധനാനിച്ച പ്രാണനെ വിട്ടുകൊണ്ട്. ഗാന്ധീവം എടുത്താൽ അവർ ഉണ്ടാവില്ല എന്ന പൂർണ്ണബോധ്യം അർജുനനുണ്ട്. അതിൻ്റെ ശക്തിയുടെ അതിലത്തെ പ്രഭാവം എല്ലാം തന്നെ അർജുനന് നന്നായിട്ട് അറിയാം. പ്രാണനെ വിടാൻ തയ്യാറായി നിൽക്കുന്നു ഇവരെല്ലാം തന്നെ. രണ്ടു പേർക്കാണ് മഹാഭാരതത്തിൽ ഓവർ കോൺഫിഡൻസ് ഉള്ളത്. ഒന്ന് കർണന്, രണ്ട് അർജുനൻ. പിന്നെ എന്തിനെ ത്യാഗം ചെയ്തു വന്നു? അവരുടെ സമ്പത്തിന്. പിന്നെ ആരെല്ലാം എന്നതിനെപ്പറ്റി വീണ്ടും അർജുനൻ ആദ്യം മനസ്സിൽ വരുന്നത് ആചാര്യന്മാർ, ഗുരുക്കൾ, കൃപൻ, ദ്രോണർ എന്നിവർ. ഏവർക്കും തങ്ങളുടെ ഗുരുക്കന്മാർ വിശേഷപ്പെട്ടവരാണ്. ഗാന്ധീവം എവിടെ വെക്കണം എന്നത് മുതൽ പറഞ്ഞു കൊടുത്തത് ദ്രോണാചാര്യരാണ്. രാജ്യം നേടിയാൽ സന്തോഷിപ്പിക്കേണ്ടത് അങ്ങനത്തെ ഗുരുവിനെ അല്ലേ? അർജുനന്റെ മനസ്സിലെ
ചിന്ത. അവരെ കൊല്ലണം എന്ന് വരികിൽ അവരെ കൊന്നു വേണ്ടേ രാജ്യം നേടാൻ? പിതരഃ പുത്രാ തഥൈവ ച പിതാമഹാ. അച്ഛന്മാർ പുത്രന്മാർ അതേമാതിരി പിതാമഹൻ ഭീഷ്മർ മുന്നിലുണ്ട്. മാതുല ശ്വശുര ശ്യാലർ പൗത്ര, അമ്മാവന്മാർ, അമ്മായി അച്ഛൻ, പൗത്രന്മാർ, അളിയന്മാർ, സംബന്ധിനഃ തഥാ, അങ്ങനെ ബന്ധത്തോടു കൂടിയ അനേകം പേർ രണ്ട് പടയിലുമുണ്ട്. ഇങ്ങനത്തെവരെ കൊന്നുകൊണ്ട് എന്തിന് രാജ്യം നേടണം, ഭോഗം അനുഭവിക്കണം എന്നതാണ് അർജുനന്റെ ചോദ്യം. മുപ്പത്തി അഞ്ചാം ശ്ലോകം. ഏതാന്ന ഹന്തുമിച്ഛാമി ക്രതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ. പദച്ഛേദം. മധുസൂദന, ഹേ കൃഷ്ണ, ക്രതഃ അപി, ഞാൻ ഇവരാൽ ഹനിക്കപ്പെടുകയാണെങ്കിൽ പോലും, ഇവർ എന്നെ കൊല്ലാൻ വന്നാലും, ത്രൈലോക്യ രാജ്യസ്യ, ത്രൈലോക്യാധിപത്യം, ഹേതോ അപി, കിട്ടുമെന്ന് വന്നാൽ പോലും, ഏതാൻ ഹന്തും ന ഇച്ഛാമി, ഇവരെ കൊല്ലാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല. കിം नु മഹീകൃതേ, എന്നിട്ടാണോ ഈ മണ്ണിനു വേണ്ടി? അർജുനന് അളവറ്റ സ്നേഹമുണ്ട്. എന്നാൽ അവർക്ക് അർജുനനോട് സ്നേഹം വെച്ച് പുലർത്തുന്നുണ്ടോ? ഇങ്ങനത്തെ ചോദ്യം ശ്രീകൃഷ്ണനിൽ നിന്ന് ഉത്ഭവിച്ചാലോ എന്ന് കരുതി തന്നെ അർജുനൻ പറയും, അവർ എന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ പോലും ഞാൻ അവരെ എതിരിടുകയില്ല എന്ന്. എന്നാൽ അവരെ കൊല്ലാൻ സാധിക്കില്ല. ഇവരെ ഞാൻ വധിച്ച് സ്വർഗലോകം തുടങ്ങിയ 3 ലോകങ്ങൾ കിട്ടും എന്നാൽ പോലും എന്ന അങ്ങനത്തെ ഞാൻ ഭൂമിക്കായി ഇവരെ കൊല്ലാൻ ശ്രമിക്കുമോ എന്നാണ് ഈ ശ്ലോകത്തിൽ സാരം. ഏതാൻ ന ഹന്തുമിച്ഛാമി, ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രതഃ അഭി മധുസൂദന, ഞാൻ മരണപ്പെട്ടാൽ പോലും കൃഷ്ണ, മധു ഒരു മുരടനെ നീ കൊന്നു, അവൻ മുരടനായിരുന്നു എന്ന കാരണത്താൽ. എന്നാൽ ഇവരെല്ലാം ആര്? പിതാക്കൾ, പിതാമഹന്മാർ, ആചാര്യന്മാർ എന്നിങ്ങനെ ഉള്ളവർ. അവരെയാണോ കൊല്ലേണ്ടത്? സാധ്യമാകില്ല, യുദ്ധം ചെയ്യില്ല എന്ന് ആണ് അർജുനൻ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്. അഭി ത്രൈലോക്യ രാജ്യസ്യ, 3 ലോകത്തിലുള്ള രാജ്യത്തിനായിട്ട് പോലും ന ഹന്തുമിച്ഛാമി, ഹേതോ കിം नु മഹീകൃതേ, മഹീകൃതേ ഭൂമിക്കായി, കിം എന്തിന് ഞാൻ കൊല്ലണം? മുപ്പത്തിയാറാം ശ്ലോകം. നിഹത്യധാർത്തരാഷ്ട്രാന്നഃ
കാ പ്രീതിർസ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാതാതതായിനഃ. പദച്ഛേദം. ജനാർദ്ദന ധാർത്തരാഷ്ട്രാൻ നിഹത്യ. ഏ കൃഷ്ണ, കൗരവരെ കൊന്നിട്ട് ന കാ പ്രീതി സ്യാദ്, ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക. ആദതായിനഃ, അപ്പി എന്നുള്ളത് ബ്രാക്കറ്റ് ഇട്ടു. ആദതായികൾ, അതായത് വദാഹന്മാർ തന്നെയെങ്കിലും, ഏതാൻ ഹത്വ അസ്മാൻ, ഇവരെ കൊന്നാൽ ഞങ്ങളെ പാപം ഏവ ആശ്രയേ, പാപം തന്നെ ബാധിക്കും. ആദതായി എന്നുള്ളതിന് പൂർണ്ണമായിട്ടുള്ള വിവരം, വിശദീകരണം നൽകിയിരുന്നല്ലോ. ഇതില് അർജുനന്റെ വാദം, അതായത് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അർജുനൻ നിൽക്കുന്നത്. അങ്ങനത്തെ മനസ്സോട് കൂടിയിട്ടാണല്ലോ ഇപ്പോൾ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. ഇതിൽ അർജുനന്റെ വാദം പാപപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് പോകുന്നത്. ആദ്യമെല്ലാം തൻ്റേതായ ചിന്താഗതിയിൽ വാദിച്ചു. ഞാൻ ഈ യുദ്ധത്തിൽ യാതൊരു വിധമായ ശ്രേയസ്സെയും കാണുന്നില്ല. രണ്ടാമത്, എൻ്റെ മനസ്സിൽ രാജ്യത്തിനായോ ഭോഗത്തിനായോ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല. മൂന്നാമതായി, ഇതെല്ലാം നേടാനായിക്കൊണ്ട് ഇവരെയെല്ലാം കൊല്ലുന്നതിൽ എന്ത് പ്രയോജനം. അടുത്തതായി, ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് വന്നാൽ കൂടി അവരെ ഞാൻ കൊല്ലുകയില്ല. 35 വരെ തന്നെ. ഇനി ശ്രീകൃഷ്ണൻ എങ്ങാലും നിന്നെപ്പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും സംസാരം ആക്കേണ്ട ഇല്ല. ധർമ്മത്തിൻ്റെ നിലയിലെങ്കിലും ധർമ്മത്തെ നിലനാട്ടാനായി അതിലെങ്കിലും നീ യുദ്ധം ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചാലോ? അതിനായിട്ടുള്ള വാദത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ 36-ാം ശ്ലോകത്തിൽ. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അർജുനൻ ധർമ്മശാസ്ത്രത്തെ തനിക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. എന്താണ് അർജുനൻ പറയുന്നത്? ന ശ്രേയോ അനുപശ്യാമി, ഞാൻ ഇതിൽ ഒരു ശ്രേയസ്സിനെയും കാണുന്നില്ല എന്ന്. മനസ്സ് എപ്പോഴും ബുദ്ധി പറയുന്നതിനെ അപ്പാടെ നിരാകരിച്ചും കൊണ്ട് തന്നിഷ്ടത്തിന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. അതാണ് അർജുനന്റെ വിഷയത്തിലും ഉണ്ടായത്. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച എന്ന് പിന്നീട് പറഞ്ഞു. എനിക്ക് രാജ്യത്തിൽ ആഗ്രഹമില്ല, വിജയത്തിൽ ആഗ്രഹമില്ല, സുഖത്തിലും ആശയില്ല എന്ന്. എന്തിന്? ഞാൻ യുദ്ധം ചെയ്യണോ എന്ന്. ആശ്രിതരെ വധിച്ചു കൊണ്ടുള്ള പ്രാപ്തിയും കാക്ഷിക്കുന്നില്ല. ഇപ്പോഴെല്ലാം അർജുനൻ പറയുന്നത് യുദ്ധത്തിന് തയ്യാറല്ല എന്നാണ്.
തുടങ്ങാനിരിക്കുന്നത് ഒരു ധർമ്മയുദ്ധമാണ്. അർജുനൻ ക്ഷത്രിയനുമാണ്. ക്ഷത്രിയൻ എന്ന നിലയിൽ യുദ്ധം ചെയ്യാനുള്ള ഉത്തരവാദിത്വം അർജുനനിൽ നിക്ഷിപ്തമാണ്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വിശേഷ ധർമ്മമാണ് സ്വീകരിക്കേണ്ടത് എന്ന്. അതിൻ പ്രകാരം യുദ്ധം ചെയ്യാൻ തയ്യാറായി തന്നെയാണല്ലോ യുദ്ധഭൂമിയിലേക്ക് വന്നതും. ശ്രീകൃഷ്ണനോട് തേരിനെ സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടതും. പിന്നീട് രാഗം പിതാമഹനോടും ഗുരുക്കന്മാരോടും ബന്ധുക്കളോടും, അതുമൂലം മോഹം ചെയ്യേണ്ടതായ കർത്തവ്യത്തിലുള്ള മൂഢത്വം, ഇത് എവിടെ കൊണ്ടെത്തിക്കുന്നു? യുദ്ധത്തിൽ നിന്ന് അപ്പാടെ പിന്തിരിയുന്നതിലേക്ക്, നിഷ്ക്രിയത്വത്തിലേക്ക്. അതാണ് വിവരിക്കപ്പെട്ടത്. താനെടുത്തതായ തീരുമാനത്തെ സമർത്ഥിക്കാനാണല്ലോ ഏവനും ഉദ്യമിക്കുക. അതാണ് അർജുനൻ നടത്തുന്നത്. ധാർത്തരാഷ്ട്രാൻ നിഹത്യ, ധൃതരാഷ്ട്രനെ ആശ്രയിച്ചിരിക്കുന്നവർ അവരെ കൊന്ന്, നഹ നമുക്ക് കാ പ്രീതി സ്യാത്, എന്തു സുഖം വരും ഹേ ജനാർദ്ദന, പാപമേവ ആശ്രയേത് അസ്മാൻ നമുക്ക് പാപമേവ, പാപം മാത്രമേ ആശ്രയേത് വരികയുള്ളൂ. അർജുനന്റെ ബുദ്ധി പറയുന്നത് ഈ കടമയെ ചെയ്താൽ പാപം വരും എന്നാണ്. ഹത്യ ഏതാൻ, ഇവരെയൊക്കെ കൊന്നാൽ പക്ഷേ ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നവർ പാപികൾ തന്നെ എന്നത് അർജുനൻ ഉണർന്നിട്ടുണ്ട്. അതാണ് ആദതായിന എന്ന് പറയുന്നത്. മഹാപാപികൾ, 6 വിധമായ പാപം, അതിൽ ഏതെങ്കിലും ചെയ്താലും ആദതായി എന്ന് പറയപ്പെടും. ധർമ്മശാസ്ത്രത്തിൻ്റെ നിയതി എന്തെന്നാൽ ആദതായിയെ വിചാരണ കൂടാതെ തന്നെ വധിച്ചു കളയേണ്ടത് എന്നാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ്. സാമാന്യധർമ്മം എന്താണ്? അഹിംസ. വിശേഷധർമ്മമോ പ്രത്യേക സാഹചര്യത്തിൽ മോക്ഷത്തിനായി ജീവനെ ത്യാഗം ചെയ്യും. നമ്മുടെ അറിവില്ലാതെ തന്നെ മനസ്സിൽ ഇരിക്കുന്നത് തന്നെയാണ് മോഹം എന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മോഹം അവിടെ നിൽക്കില്ല. അതായത് മനസ്സിന് പിന്നെ നിൽക്കില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവൻ വിചാരിച്ചു വച്ചിരിക്കുന്നത് ശരിയാണ് എന്ന് അവൻ വിശ്വസിക്കുന്നിടത്തോളം മോഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇരിക്കും. ഏഴാം ശ്ലോകം. തസ്മാന്നാർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവാ. തസ്മാത് വയം സ്വബാന്ധവാൻ, അതുകൊണ്ട് ഞങ്ങൾ സ്വബന്ധുക്കളായ ധാർത്തരാഷ്ട്രാൻ ഹന്തും ന അർഹ, കൗരവരെ കൊല്ലാൻ പാടില്ല. മാധവ, ഹേ കൃഷ്ണ, ഹി സ്വജനമഹത്വ, എന്തെന്നാൽ സ്വജനത്തെ കൊന്നിട്ട് കഥം സുഖിനഃ സ്യാമ, എങ്ങനെ ഞങ്ങൾ സുഖികളായിരിക്കും? നമ്മളെ ആശ്രയിച്ചവരെ
എങ്ങനെ വധിക്കും? ഇതാണ് ഈ ശ്ലോകത്തിൽ സാരം. അർജുനന് ധർമ്മ വിഷയത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ആ ധർമ്മത്തെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വന്ന കുഴപ്പമാണ് ഇവിടെ ചിന്തിപ്പിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം നല്ലതേത്, ചീത്ത ഏത് ചെയ്യാൻ പാടുള്ളതല്ല, ഏത് ചെയ്യാൻ പാടുള്ളത് എന്നല്ല. എന്നാൽ സാഹചര്യങ്ങൾ അതിൽ ഒന്നിനെ തിരഞ്ഞെടുക്കണം എന്ന അവസ്ഥ വരുമ്പോൾ എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ നാം കണ്ടുവരുന്നു. നമ്മുടെ മനസ്സായത് വഴിതെറ്റിക്കും. കാരണം മനസ്സിൻ്റെ പക്വത ഇല്ലായ്മ. മനസ്സ് അറിവിനെ സ്വീകരിച്ച് ആ കർമ്മത്തെ ചെയ്യേണ്ടതായ രീതിയെ നമ്മുടെ മനസ്സ് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് ചുരുക്കം. അതാണ് ഇവിടെ അർജുനനും സംഭവിച്ചത്. തസ്മാത് വയം ന അർഹ. അത് കാരണം നാം അർഹത ഇല്ലാത്തവർ. ധാർത്തരാഷ്ട്രാൻ ഹന്തും സ്വബാന്ധവാൻ. ധൃതരാഷ്ട്രനെ ആശ്രയിച്ചിരിക്കുന്നവരെ വധിക്കാൻ. സ്വജനം ഹി കഥം ഹത്വ. നമ്മളെ ആശ്രയിച്ചവരെ കൊന്ന് എങ്ങനെ സുഖമായി ഇരിക്കാൻ കഴിയും? മുപ്പത്തെട്ടും 39 രണ്ടും കൂടിയായിട്ട് യദ്യപ്യേതേന പശ്യന്തി ലോകോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിः പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ലോഭോപഹത ചേതസഃ ഏതേ. ലോഭം കൊണ്ട് വിവേകം നശിച്ച ഇവർ കുലക്ഷയകൃതം ദോഷം, കുലനാശം കൊണ്ടുണ്ടാവുന്ന ദോഷവും മിത്രദ്രോഹേ പാതകം ച, മിത്രദ്രോഹത്തിലുള്ള പാപവും യദ്യപി ന പശ്യന്തി, കാണുന്നില്ലെങ്കിലും ജനാർദ്ദന, ഹേ കൃഷ്ണ, കുലക്ഷയകൃതം ദോഷം, കുലനാശം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ പ്രപശ്യദ്ഭി അസ്മാഭി, നന്നായി അറിയുന്ന ഞങ്ങളാൽ, അസ്മാത് പാപാത്, ഈ പാപത്തിൽ നിന്ന് നിവർത്തിതും പിന്മാറേണ്ടതാണെന്ന് കഥം ന ജ്ഞേയം, എങ്ങനെ അറിയപ്പെടാതിരിക്കും? ലോഭം കൊണ്ട് വിവേകശൂന്യമായ മനസ്സോടു കൂടിയ ദുര്യോധനാദികൾ കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും ബന്ധുദ്രോഹത്താലുള്ള പാപത്തെയും
അറിയുന്നില്ലെങ്കിലും കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ അറിയുന്ന ഞങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറേണ്ടതാണെന്ന് എങ്ങനെ അറിയപ്പെടാതിരിക്കും? 38 വേറെ വാദഗതി. ഒരു വേള നാം യുദ്ധം ചെയ്തു എന്ന് വരികിൽ യുദ്ധത്തിൻ്റെ ഫലം എന്ത് എന്നതിനെ ഉൾക്കൊണ്ടും കൊണ്ട് അർജുനൻ ഇത് ചെയ്താലുള്ള ഫലം കാരണം യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയും. നീ യുദ്ധം വേണ്ട എന്ന് വിവിധ കാരണങ്ങളാൽ വിചാരിക്കുന്നു. എന്തുകൊണ്ട് നിനക്ക് തോന്നിയത് ദുര്യോധനനും മറ്റും തോന്നുന്നില്ല? തോന്നേണ്ടതല്ലേ അർജുന എന്ന് കൃഷ്ണൻ ചോദിച്ചെങ്കിൽ അതിന് ഉള്ള മറുപടിയായാണ് ഈ ശ്ലോകം. അവർക്ക് മനസ്സിലുള്ള ദോഷത്താൽ ചിന്തിച്ചിട്ട് നോക്കില്ല. എന്നാൽ നാം അങ്ങനെ ചിന്തിച്ചിരുന്ന് അതിൽ എന്തു വൈഷമ്യം? ഇതാണ് വാദഗതി അർജുനന്റെ. യുദ്ധത്തിൻ്റെ ഭവിഷ്യത്വത്തെ ദുര്യോധനാദികൾ കണ്ടില്ലെങ്കിൽ തന്നെ എന്തുകൊണ്ട് നാം ചിന്തിക്കാൻ പാടില്ല? ഇത് ഒരു അളവ് വരെ ചിന്തിച്ചാൽ നല്ല പ്രവണതയായി തന്നെ നാം കരുതണം. അർജുനന്റെ ഉദ്ദേശം മറ്റൊരടിസ്ഥാനത്തിലായിരുന്നെങ്കിലും ദുര്യോധനൻ, അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിച്ച് പ്രവർത്തിക്കുന്നോ എന്നതല്ല, മറിച്ച് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളതിനെ ഞാൻ ചെയ്യും എന്നാണ് അർജുനൻ ഇവിടെ സംസാരിക്കുന്നതിലൂടെ വെളിവാക്കുന്നത്. യദപി ഏതേന പശ്യന്തി, ഏത് വിധേനയായാലും ഇതിനെ കാണുന്നില്ല. അതായത് ധൃതരാഷ്ട്രരാണ് യുദ്ധത്തിൻ്റെ ഭവിഷ്യത്തിനെ കാണാതെ പോകുന്നു. ലോഭോപഹത ചേതസ, മറ്റുള്ളവർക്ക് നൽകാതിരിക്കണം എന്ന ബുദ്ധിയോടുകൂടിയ കാരണത്താൽ കുലക്ഷയകൃതം ദോഷം, ഒരു കുലത്തെ നാശം ചെയ്യുന്ന ദോഷത്തെ കാണുന്നില്ല. മിത്രദ്രോഹിച്ച പാതകം, നമുക്ക് വേണ്ടിയ ആൾക്കാരെ കൊല്ലുന്നതിനാൽ വരുന്നതായ പാപം. മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല എന്ന കാരണത്താൽ നാം എന്തുകൊണ്ട് മനസ്സിലാക്കിക്കൂടാ? അതായത് കുലക്ഷയം വരും എന്നും ബന്ധുമിത്രാദികളെ കൊല്ലുന്നത് പാപമാണ് എന്നും അറിയാതിരിക്കുന്ന ആയവർ അങ്ങനെ ധരിച്ചോട്ടെ, ഇരുന്നോട്ടെ. എന്നാൽ നാം അതിനെ മനസ്സിലാക്കി യുദ്ധത്തെ ഒഴിവാക്കിക്കൂടെ? യുദ്ധം ചെയ്യാതിരുന്നാൽ പോരെ എന്നാണ് അർജുനന്റെ വാദം. ഒരാൾ ദേഷ്യപ്പെട്ടാൽ നാമും അതേമാതിരി തന്നെ ദേഷ്യപ്പെട്ടു കൊള്ളണമെന്ന് ഉണ്ടോ എന്ന് ചോദിക്കും പോലെ ഒരു മുഖ്യമായ തത്വം എന്ത് നമുക്ക് ലഭിക്കുന്നു? മറ്റുള്ളവൻ തെറ്റ് ചെയ്യുന്നു എന്ന കാരണത്താൽ നാം തെറ്റ് ചെയ്തു കൂടാ എന്നത്. ഒരു തെറ്റ് മറ്റൊരു തെറ്റിന് സമമല്ല. അവർ ആ തെറ്റിനെ കാണുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നാം ആ തെറ്റിനെ കണ്ടുകൂടാ എന്ന് അർജുനൻ ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നു. കഥം ന ജ്ഞേയം അസ്മാഭി, നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ? നാം അറിയേണ്ടതായിട്ടുള്ളതാണ്. മറ്റുള്ളവർ ചെയ്തതിനെ വളരെ വലുതായിയും അവനവൻ ചെയ്തതിനെ വളരെ ലഘുവായും കാണുക എന്നതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഉദാഹരണം, അയലത്തെ കൊച്ചുകുട്ടി വളരെ ആക്റ്റീവായിരുന്നാൽ നാം എന്താണ് പറയുക? ആ കുട്ടി ഭയങ്കര വികൃതിയാണ് എന്ന്. എന്നാൽ നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിലോ അപ്പോൾ അതിന് പറയും അവൻ ഇത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആണോ, പോസിറ്റീവായി പറയും. അങ്ങനെ നെഗറ്റീവായി. മറ്റുള്ളവർ ചെയ്യുന്നത് വളരെ വലുതായി തോന്നും, എന്നാൽ അവനവൻ ചെയ്യുന്നതോ അത് ലഘൂകരിക്കപ്പെടും.
കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ആകുന്നു ചുരുക്കം. കുലക്ഷയകൃതം ദോഷം, കുലക്ഷയത്തിനാൽ ചെയ്ത ദോഷത്തെ പ്രവശ്യദ്ഭിർ ജനാർദ്ദന, യുദ്ധത്തിൻ്റെ പരിണിത ഫലത്തെ കാണുന്ന നമ്മളാൽ എന്തുകൊണ്ട് കാണാനാകുന്നില്ല? പാപാൻ അസ്മാത് നിവർത്തിതും, ഈ പാപത്തിലിരുന്ന് നാം എന്തുകൊണ്ട് നിവർത്തിച്ചുകൂടാ? പാപം എന്നത് യുദ്ധം ചെയ്യുന്നത്. കുലക്ഷയം എന്നാൽ ഒരു കുടുംബം നശിച്ചാൽ, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മരിച്ചുപോയാൽ എന്തെന്ത് ദോഷം വരും എന്ന്. 40-ാം ശ്ലോകം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ, ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോഭിഭവത്യുത. പദച്ഛേദം. കുലക്ഷയേ, കുലക്ഷയത്തിൽ, സനാതന കുലധർമ്മ, സനാതനമായ കുലധർമ്മങ്ങൾ, പ്രണശ്യന്തി നശിച്ചു പോകുന്നു, ധർമ്മേ നഷ്ടേ ധർമ്മം നശിക്കുമ്പോൾ, കൃഷ്ണം കുലം കുലത്തെ മുഴുവനും, അധർമ്മ അഭിഭവതി ഉത അധർമ്മം ബാധിക്കും നിശ്ചയം. കുലക്ഷയം നശിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് വിശദീകരിക്കും. കുലധർമ്മം എന്നാൽ ഓരോ കുടുംബത്തിലും ചില ധർമ്മപരമായ കാര്യങ്ങളെ പിന്തുടർന്ന് വരുന്നുണ്ടാകും. പരമ്പരയെ പിന്തുടർന്ന് പോരുന്നതായ ധർമ്മം, ഫാമിലി ട്രഡീഷൻ. ആ ധർമ്മം നശിച്ചിടും. സനാതനമായി വന്നു ചേർന്നത്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ആണുങ്ങളാണ്. അവരാണ് മരിച്ചു വീഴുന്നത്. അതിനാൽ കുടുംബത്തിൻ്റെ ധർമ്മത്തെ ആര് മുന്നോട്ട് കൊണ്ടുപോകും പിന്നീട്? അതിനാൽ ആ ധർമ്മമെല്ലാം പോയി കളയും. ധർമ്മേ നഷ്ടേ കൃഷ്ണം കുലം അധർമ്മം അഭിവന്യുത. ധർമ്മം നഷ്ടപ്പെട്ടാൽ എൻറ്റയർ കുലം അങ്ങനെ ആകില്ലേ? ആ ധർമ്മം വാണരുളില്ലേ? അധർമ്മം വന്നാൽ എന്താകും? ഇതാണ് ഈ ചോദ്യം. 41-ാമത്തെ ശ്ലോകം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ, സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായത്തെ വർണ്ണസങ്കരഃ. പദച്ഛേദം. 41-ാം ശ്ലോകം. കൃഷ്ണ അധർമാഭിഭവാത്, ഹേ കൃഷ്ണ, അധർമ്മത്തിൻ്റെ ബാധ ഹേതുവായി കുലസ്ത്രീയെ പ്രദുഷ്യന്തി, കുലസ്ത്രീകൾ തന്നെ ദുഷിച്ചു പോകും. വഷ്ണേയ, കുലാങ്കരമായ ഹേ കൃഷ്ണ, സ്ത്രീഷു ദുഷ്ടാസു,
സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കര ജായതേ, വർണ്ണസങ്കരം സംഭവിക്കുന്നു. ഒരു കുടുംബത്തിന് അധർമ്മം വന്നു എന്നാൽ ആ കുടുംബം തന്നെ നാശം വരും. അതിലെ സ്ത്രീകളും നാശത്തെ അടയും എന്ന്. ഒരു കുടുംബത്തിന് ആധാരമായി ഇരിക്കുന്നത് സ്ത്രീകളാണ്. കുടുംബ അഭിവൃദ്ധിക്ക് അവരുടെ പ്രയത്നം തന്നെയാണ് കാരണം. ആണുങ്ങൾ കേടുവന്നാലും കൂടി കുടുംബം നശിക്കയില്ല. എന്നാൽ സ്ത്രീകൾ ദോഷമായി പ്രവർത്തിച്ചാൽ കുടുംബം അപ്പാടെ ഇല്ലാതായി പോകും. അതിനെ അർജുനൻ പറയും. 42-ാം ശ്ലോകം. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. പദച്ഛേദം. സങ്കരഃ വർണ്ണസങ്കരം, അതായത് ജാതി കലർപ്പ്. കുലഘ്നാനാം കുലസ്യ ച, കുലനാശകരുടെയും കുലത്തിൻ്റെയും നരകായ ഏവ, നരകത്തിനായിട്ട് തന്നെ ഭവിക്കും. ഹി യേഷാം പിതരഃ, എന്തുകൊണ്ടെന്നാൽ ഇവരുടെ, അതായത് കുലനാശകരുടെയും കുലത്തിൻ്റെയും പിതൃക്കൾ ലുപ്ത പിണ്ഡോദക ക്രിയാ, പിണ്ഡോദക ക്രിയകൾ ഇല്ലാതെ പതന്തി, പതിച്ചു പോകുന്നു. വർണ്ണസങ്കരം കൊണ്ട് ഈ ലോകത്തിലെ ജീവിതം മാത്രമല്ല മരണശേഷവും കൂടെ നരകമാണ് അനുഭവഫലം. ഇവിടെ ജീവിതവും സന്തോഷകരമായിരിക്കില്ല, മരണശേഷവും വ്യത്യസ്തമല്ല. സങ്കര നരകായ ഏവ, കുഴപ്പം നരകത്തിനായി തന്നെ, നരകം എന്ന ഫലം. കുലഘ്നാനാം കുലസ്യ ച, ആ കുലത്തിന് നരകമാണ് ലഭിക്കുക, കുലനാശം അറിഞ്ഞാൽ. പതന്തി പിതരോ ഹ്യേഷാം, ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഇത് പറയപ്പെടുന്നത്. വയസ്സായി മരണമടയുമ്പോൾ അവർ പിതൃലോകം എന്ന ലോകത്തിലേക്ക് ചെല്ലുന്നു. അവർക്ക് ജീവിച്ചിരിക്കുന്ന സന്തതി ശ്രാദ്ധം മുതലായ കർമ്മങ്ങളെ നിർവഹിക്കണം എന്ന് ശാസ്ത്രം വിധിക്കുന്നു. പിതൃയജ്ഞം എന്നിവ. കുലധർമ്മത്തെ ചെയ്യാത്തവർ പിതൃക്കൾക്ക് എന്തെങ്കിലും ചെയ്യുമോ എന്നാണെങ്കിൽ അത് ചെയ്യില്ല. അതുകൊണ്ട് അവരുടെ പുണ്യം പിതൃക്കൾക്ക് കിട്ടില്ല. അതിനാൽ ഇവർക്ക് മുൻ തലമുറയിലിരുന്ന് ജീവിച്ച് അന്തരിച്ച് മാതാപിതൃക്കളെല്ലാം വീണുപോകും. ഒരുവൻ്റെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിറയെ പുണ്യം സമ്പാദിച്ചു വെച്ചിരുന്നു എന്ന് കരുതുക. ധർമ്മത്തിൻ പ്രകാരം ജീവിച്ചു, കടമകളെ നിർവഹിച്ച് ദാനമൊക്കെ ചെയ്ത് നല്ല പുണ്യമെല്ലാം ചേർത്ത് വെച്ചിരുന്നതിനാൽ ആ പുണ്യത്തിനനുസരിച്ച് നേരായി സ്വർഗത്ത് ലോകത്തിലേക്ക് ചെല്ലുന്നു. പിന്നെ
പുണ്യത്തെ അവിടെ അനുഭവിച്ചിരുന്നു. അതിനുശേഷം എന്ത് കർമ്മവിന ഉണ്ടോ അതിനനുസരിച്ച് ജന്മം എടുക്കും. ഒരുവൻ പുണ്യം ചേർത്തിരുന്നാൽ അതിൻ്റെ ബലത്തിൽ പുണ്യലോകം പോവും. ചിലർക്ക് അവർ ചേർത്ത പുണ്യം കുറവായി ഇരിക്കുന്നു എന്ന് കരുതുക. അവർക്ക് അവരുടെ പുത്രൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ചെയ്യുന്ന തർപ്പണം എന്നത് പുണ്യം എന്നതിനെ അവർക്ക് നേടിക്കൊടുക്കും. അങ്ങനെ ആ പുണ്യത്തിൻ്റെ സഹായം കൊണ്ട് നല്ല ലോകത്തിലേക്ക് ചെല്ലാനാകും. പിതൃലോകത്തിലിരുന്ന് മേലായ നല്ല ലോകത്തിലേക്ക് ചെല്ലാൻ സഹായകരമാകുന്നു അവരുടെ മകൻ സന്തതി മൂലമായി ചെയ്യാം. ഇത് അവർക്ക് എങ്ങനെ ചെന്നു ചേരുന്നു എന്നാൽ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുണ്യത്തിൻ്റെ ബലത്താൽ ശ്രാദ്ധം എന്നതിൽ ദാനം ചെയ്യുന്നു. ഒരു ഭിക്ഷക്കാരനായ ബ്രാഹ്മണന് അന്നദാനം നൽകപ്പെടും. അങ്ങനെ ആ പുണ്യമായത് പിതൃക്കൾക്ക് ചെല്ലും. ഈ പുണ്യമെന്നത് പിതൃക്കൾ വശം അധികമായി ഇരിക്കുന്നു എന്നു വരികിൽ ഇവരുടെ പുണ്യം സ്വീകരിക്കപ്പെടണം എന്ന് ഇല്ല. അല്ലെങ്കിൽ മറ്റൊരു ശരീരം അവർ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ശ്രാദ്ധം മൂലം ഉളവാക്കി നൽകിയതായ പുണ്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നാണെങ്കിൽ അത് ആ വഴി, ദാറ്റ് ഈസ് ജനറേഷനിലുള്ള മറ്റ് അച്ഛനമ്മമാർക്ക് വന്ന് ചേരുന്നതാണ്. അതാണ് പൊതുവായി പിതൃക്കൾ എന്ന് പറയുന്നത്. കൂടാതെ ഈ പുണ്യം തന്നെ ശ്രാദ്ധം ചെയ്യുന്ന ആൾക്കും പ്രയോജനമായി വരും. ഒരു വിധത്തിലും ശ്രാദ്ധം എന്നത് ഫലമില്ലാതെ നഷ്ടപ്പെടുകയില്ല. കുലനാശമടഞ്ഞാൽ പിതൃക്കൾക്ക് ഈ ക്രിയ നടത്താൻ പറ്റില്ല. അവരും നല്ല ലോകത്തിലേക്ക് എന്നതിന് ബദലായി നരകത്തിലേക്ക് നയിക്കപ്പെടും. കുലത്തെ നാശം ചെയ്താൽ പിന്നെ കർമ്മം ചെയ്യില്ല. പിതൃലോകത്തിൽ നിന്ന് വീടുകളയും. കാരണം ലുപ്തപിണ്ഡ ഉദക ക്രിയ, വെള്ളം, അന്നം മുതലായവ കിട്ടാത്തതിനാൽ എല്ലാവരും അവനവന് ആപത്ത് വരുമ്പോൾ മാത്രമേ ധർമ്മത്തെപ്പറ്റി പറയുകയുള്ളൂ. കർണൻ ക്ലാസിക് എക്സാമ്പിൾ. തേരിൻ്റെ ചക്രം ചളിയിൽ പൂണ്ട സമയം അർജുനനോട് കൃഷ്ണൻ ഉപദേശിക്കുന്നു, പെട്ടെന്ന് ശരം തൊടുത്ത് കർണനെ വധിക്കാൻ. ആ സമയം കർണൻ ധർമ്മത്തെപ്പറ്റി വാചാല ആകുന്നത് കാണാം. നിരായുധനായ തന്നെ വധിക്കരുത്, ധർമ്മത്തിന് എതിരാണത് എന്ന്. എന്നാൽ ഇതേ കർണൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്തും അഭിമന്യുവിനെ ഹനിക്കുന്ന സമയത്തും കർണനിൽ ഈ ധർമ്മചിന്ത എവിടെയായിരുന്നു? കർണൻ തന്നെ സംരക്ഷിക്കാനായിക്കൊണ്ട് മാത്രമാണ് ധർമ്മത്തെപ്പറ്റി പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനൻ ഇவ்விധം സംസാരിക്കുന്നത്. തന്നെ സംരക്ഷിക്കാനായിക്കൊണ്ട് യുദ്ധം ചെയ്യില്ല എന്ന തൻ്റെ തീരുമാനത്തെ പ്രബലപ്പെടുത്താനായി. ധർമ്മത്തിൻ്റെ സൂക്ഷ്മത്തെ നാം മനസ്സിലാക്കണം. അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുന്നതിൽ അധർമ്മമില്ല. ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. ഇതിനെ ആപദ്ധർമ്മം എന്ന് പറയും. മറ്റൊരു ഉദാഹരണം, ഒരു പേഷ്യൻ്റ് ഗുരുതരമായ സുഖക്കേടോടെ ഡോക്ടറിനെ സമീപിക്കുന്നു. ഡോക്ടർ ചെക്ക് ചെയ്ത ശേഷം BP വളരെ കൂടുതൽ എന്ന് കാണുന്നു. പക്ഷേ പേഷ്യൻറ്റിനോട് പറയുന്നു പ്രശ്നമൊന്നുമില്ല എന്ന്. കാര്യം ഡോക്ടർ നുണയാണ് പറഞ്ഞത് എന്ന് വരികിലും ആ സാഹചര്യത്തിൽ അത് മാത്രമേ നിവൃത്തിയുള്ളൂ.
എന്ന് മനസ്സിലാക്കിയതിനാലാണ് ആ മാർഗം ഡോക്ടർ സ്വീകരിച്ചത്. എന്തെന്നാൽ ഡോക്ടർക്ക് അറിയാം BP ഹൈ എന്ന് പറഞ്ഞു എന്ന് വരികിൽ അത് താങ്ങാനുള്ള മാനസിക ബലം ആ പേഷ്യൻറ്റിന് ഇല്ല എന്ന്. ഇത് ഒരിക്കലും അധർമ്മമാകുന്നില്ല ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടി. 43-ാമത്തെ ശ്ലോകം. ദോഷൈരേതൈകുലഗ്രാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സ്യാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. കുലഗ്രാനാം കുലനാശകരുടെ വർണ്ണസങ്കരകാരകൈഃ വർണ്ണസങ്കരമുണ്ടാക്കുന്നതായ ഏതൈഹി ദോഷൈഃ ഈ ദോഷങ്ങളാൽ ശാശ്വതാഃ ജാതിധർമാഃ ശാശ്വതങ്ങളായ ജാതിധർമ്മങ്ങളും കുലധർമ്മ ച ഉത്സ്യാദ്യതേ കുലധർമ്മങ്ങളും നശിപ്പിക്കപ്പെടുന്നു. അർജുനൻ തുടരുന്നു. കുലധർമ്മം മാത്രമല്ല നശിക്കുന്നത്, ജാതിധർമ്മം കൂടി നശിക്കുന്നു. യുദ്ധത്തിന് ശേഷം എന്ത് ജാതിക്കലപ്പ് ഏർപ്പെടും. അതിനാൽ ജാതിധർമ്മവും കൂടെ നശിക്കും. ആ കാലത്ത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. വർണ്ണസങ്കരം വരിക കാരണം ഈ ജാതി കർമ്മങ്ങളിലെല്ലാം നാശം സംഭവിക്കപ്പെടും. ഏതൈ ദോഷേ കുലഗ്രാനം ഈ കർമ്മങ്ങളാൽ ദോഷങ്ങളാൽ കുലനാശം അടയുന്നു എന്ന്. ആ കുലനാശം എന്ന ദോഷത്തിനാൽ വർണ്ണസങ്കരകാരകൈ ജാതികളിൽ കുഴപ്പമായത് വരുന്നു. ആ കാലത്തിൽ വിവാഹത്തിന് വരനെയോ വധുവിനെയോ തിരയുന്നവർ കുലത്തെയാണ് ആദ്യം അന്വേഷിക്കുക. ഇങ്ങനെ ജാതി സംവരണം വന്നാൽ, ദാറ്റ് ഈസ് കുലദോഷം വന്നാൽ ഇതെല്ലാം ബാധിക്കപ്പെടും. നാലാം ശ്ലോകം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാ. പദച്ഛേദം. ജനാർദ്ദന, അല്ലയോ ജനാർദ്ദന, ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം കുലധർമ്മം നശിച്ച മനുഷ്യർക്ക് നിയതം നരകേ വാസഃ ഭവതി എന്നും നരകത്തിൽ വാസം ഭവിക്കുന്നു. ഇതി അനുശുശ്രുമ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കുലധർമ്മം, ജാതിധർമ്മം എന്നതെല്ലാം നശിച്ചവന് നരകമാണ് ലഭ്യം എന്ന് നാം കേട്ടിട്ടില്ലേ എന്ന് അർജുനൻ വീണ്ടും പറയും. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ
വീക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം നരകമാണെന്ന് ശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ളതല്ലേ എന്നൊക്കെയുള്ള പരാമർശനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംസാരം. ഉന്നത കുലധർമ്മാണ മനുഷ്യാണ ജനാർദ്ദന ഉത്സന്ന നാശമടഞ്ഞ കുലധർമ്മങ്ങളാലുള്ള മനുഷ്യർക്ക് ജനാർദ്ദന നരകം നിയതേ വാസോ നരകെ അനിയതം ഭവതി ത്യുതു ശുശ്രുമ. അനിയതം അധികകാലം നരകത്തിൽ ഇരിക്കുക എന്നത് ഏർപ്പെടും. ഇതി അനുശുശ്രുമ ഇങ്ങനെ വേദത്തിലുള്ളതായി പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുന്നു. 45-ാം ശ്ലോകം. അഹോബത മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാ. അഹോ ബത വയം അയ്യോ കഷ്ടം ഞങ്ങൾ മഹത് പാപം കർത്തും വ്യവസിതാഹ മഹാപാപം ചെയ്യാൻ തുനിഞ്ഞല്ലോ. യത് രാജ്യസുഖ ലോഭേന എന്തെന്നാൽ രാജ്യസുഖ ലോഭം മൂലം സ്വജനം ഹന്തും ഉദ്യത സ്വജനത്തെ കൊല്ലാൻ ഒരുമ്പെട്ടുവല്ലോ. ഏത് ധർമ്മമോ അത് അധർമ്മമായി വിചാരിക്കുകയും ഏത് അധർമ്മമോ അതിനെ ധർമ്മമായി കരുതുകയും ചെയ്യുന്നു മോഹം. മുമ്പ് അർജുനൻ എന്തു പറഞ്ഞു? ലോഭം അവരിൽ ഉണ്ട് എന്നാണ്. ഇപ്പോഴോ അതിനെ തന്നിൽ ഉള്ളതായി പറയുന്നു. ഇതെല്ലാം മോഹത്തിൻ്റെ പ്രഭാവത്തിനാൽ വരുന്നതിൽ രാജ്യത്തിനും സുഖത്തിനും ഉള്ളതായി പറഞ്ഞ് അതിനായി കൊണ്ടാണ് യുദ്ധത്തിനായി പുറപ്പെടുന്നത് എന്ന രീതിയിൽ. അത് കാരണം ഇപ്പോൾ എന്തുണ്ടായി? സ്വജനം ഹന്തും ഉദ്യത. നമ്മുടെ സ്വജനത്തെ കൊല്ലുവാനായി തയ്യാറായി ഇരിക്കുന്നു. ഹാവിംഗ് കം പ്രിപ്പയർഡ്. 46-ാം ശ്ലോകം. യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. പദച്ഛേദം. അപ്രതീകാരം അശസ്ത്രം മാം. എതിർക്കാതെ നിരായുധനായി നിൽക്കുന്ന എന്നെ ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്ര ആയുധമേന്തിയ കൗരവർ രണേഹ അന്യു യതി യുദ്ധത്തിൽ കൊല്ലുമെങ്കിൽ തത് മേ ക്ഷേമതരം ഭവേത്. അത് എനിക്ക് കൂടുതൽ ക്ഷേമകരം ആയിരിക്കും.
ഒരു പക്ഷേ കൃഷ്ണൻ ചോദിച്ചാൽ, നീ അവരെ കൊല്ലുകയില്ല എന്നത് വിട്ടയച്ചാൽ, നിന്റെ ഗാന്ധീവത്തെ കൈയൊഴിഞ്ഞ് ഇരുന്നു പോയാൽ, അവർ ആയുധമായി വന്ന് എതിർത്താൽ നീ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നതിന് അവർ എന്നെ കൊന്നാലും വിരോധമില്ല, അത് തന്നെ ഉത്തമം എന്ന് പറയും. ഞാൻ അവരെ കൊല്ലുന്നതിനേക്കാൾ അവർ എന്നെ കൊല്ലുന്നതാണ് ക്ഷേമകരമായി ഞാൻ കരുതുന്നത് എന്ന്. 47-ാമത്തെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ അവസാനത്തെ ശ്ലോകം. ഏവമുക്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ലോക സംവിഗ്ര മാനസഃ. പദച്ഛേദം സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു, സംഖ്യേ യുദ്ധത്തിൽ യുദ്ധഭൂമിയിൽ വെച്ച് ഏവം ഉക്ത്വ ഇപ്രകാരം പറഞ്ഞ് ശോക സംവിഗ്ര മാനസഃ അർജുന, ശോകാകുല ചിത്തനായ അർജുനൻ സശരം ചാപം വിസൃജ്യ അമ്പും വില്ലും താഴെയിട്ട് രഥോപസ്ഥ ഉപാവിശത് തേർത്തട്ടിൽ ഇരുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് അർജുനൻ പിന്നീട് പ്രവർത്തിച്ചത് എന്ത് എന്ന് വിസ്തരിക്കുന്നു. ഈ ശ്ലോകത്തിൽ അർജുനൻ്റെ മാനസിക നില വെളിവാക്കപ്പെടുന്നു. ഏവം അർജുന ഉക്ത്വാ സംഖ്യേ, ഇவ்விധം അർജുനൻ യുദ്ധക്കളത്തിൽ പറഞ്ഞു. രഥോ ഉപസ്ഥേ ഉപാവിശത്, രഥത്തിലോട്ട് ഇരുന്നു കൊണ്ട്, രഥത്തിലുള്ള ആസനത്തിൽ ഇരുന്ന് നിൽക്കാനുള്ള ശക്തി കൂടിയില്ല. മനസ്സ് ചഞ്ചലപ്പെട്ടാൽ ശരീരത്തിൻ്റെ ശക്തി കൂടി നശിച്ചു പോകും. വിസൃജ്യ സശരം ചാപം, എടുത്ത് എറിഞ്ഞ് ശരത്തോടു കൂടിയ വില്ലിനെ, ശോക സംവിഘ്ന മനസ്സ്, ശോകത്താൽ നഷ്ടപ്പെട്ട മനസ്സ്. വ്യാസഭഗവാൻ സഞ്ജയന് പുറമെ കാണുവാനുള്ള, അതായത് യുദ്ധക്കളത്തിൽ അനുഭവപ്പെടുന്നതായ വിഷയങ്ങളെ മാത്രമല്ല, ഒരുവൻ്റെ മനസ്സിൽ തോന്നുന്ന വിചാരങ്ങളെ പറ്റിയുള്ള അറിവിനെയും കൂടെ, അത് മനസ്സിലാക്കാനുള്ള ശേഷിയെ കൂടി ജ്ഞാനദൃഷ്ടി നൽകി പ്രാപ്തമാക്കിയിട്ടുണ്ട് സഞ്ജയന്. അങ്ങനെ നാം 47 ശ്ലോകമുള്ള ആദ്യത്തെ അർജുന വിഷാദ യോഗം ഇന്ന് സമാപിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്നു. 11-ാം ശ്ലോകം മുതൽ കൊണ്ടാണ് ശരിക്കുള്ള ഗീതയുടെ ശരിക്കുള്ള അർത്ഥവത്തായ സമ്പുഷ്ടമായ വസ്തുതകൾ വരാൻ പോകുന്നത്. നമ്മൾ ഭഗവത്ഗീത നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കാരണം നമ്മുടെ ഗീതാ ശ്ലോകങ്ങൾ, ധ്യാന ശ്ലോകങ്ങൾ എല്ലാവരും തന്നെ ഹൃദിസ്ഥമാക്കണം എന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. അതുകൂടാതെ ഏവർക്കും ഇതിലെ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാനുള്ളതായിട്ടുള്ള ഒരവസരം ഇപ്പോൾ ആദ്യത്തെ
അധ്യായം കഴിഞ്ഞ അവസ്ഥയിൽ ഈ ശനിയാഴ്ച ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാനായി 10 പേര് തയ്യാറായി വന്നിട്ടുമുണ്ട്. അതുമാതിരി തന്നെ ഇതിലെ സംക്ഷിപ്തം പറയുവാനായിക്കൊണ്ട്, സംക്ഷിപ്തവും നമ്മൾ പറയാൻ പഠിക്കണം. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ പ്രൊസീഡ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ വിശദമായിട്ടുള്ളതിനെ നമ്മൾ സംക്ഷിപ്തമായി മാറ്റി നമ്മൾ അവതരിപ്പിക്കുന്നതായിട്ടുള്ള രീതി, അതും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ എന്തു മനസ്സിലാക്കി എന്നുള്ളത് എങ്ങനെ അറിയും? നമ്മൾ അതിൽ ചുരുക്കി പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഗഹനമായ കാര്യങ്ങൾ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം അതാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, ശ്രവണം വേണം എന്ന് പറഞ്ഞത്. ഇനി ഈ ശ്രവണം മാത്രം തന്നെ പോരാ, ഇനി കൂടുതൽ നമ്മൾ അധ്യായങ്ങളിലേക്ക് ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ മനനം എന്നത് കൂടിയേ തീരും. എന്നാലേ നമുക്ക് പൂർണ്ണമായി നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശനിയാഴ്ച സമയത്തിന് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ഏവരും. അതിൽ പറഞ്ഞിട്ടുള്ളവർക്ക്, അതായത് ലിസ്റ്റിൽ തന്നിട്ടുള്ളവർക്ക് പാരായണം നടത്താം, ബാക്കിയുള്ളവർ കേൾക്കണം എന്നുള്ളവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏവർക്കും എൻ്റെ നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.